വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഅലുൽ അംർ ഉണ്ടാക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ 4-5 നിയമങ്ങളെ ഏത് രീതിയിലാണ് ആ പദം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യമായി കടക്കേണ്ടത് വേഗത്തിൽ നമ്മുടെ ഹോംവർക്കിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്യാം. അപ്പോൾ പറഞ്ഞോളി. ഒന്നാമത്തെ സൂറത്ത് നാസിൽ. സൂറത്ത് നാസിൽ എത്ര അംറുകളുണ്ട്? ഒന്നാണ് ഉള്ളതെന്ന് പറയുന്നത്. കുൽ എന്നതാണ് ഉള്ളത്. കറക്റ്റ് ആണോ? എല്ലാവരും ഒരേ ആൻസർ ആയിരിക്കണം. എല്ലാവരുടെയും ആൻസർ ഒന്നാണെങ്കിൽ നമുക്ക് പറയാം ശരിക്കും എല്ലാവരുടെ അടുത്തേക്കും ഒരേപോലെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എവിടെയെങ്കിലും വല്ല കുറവുകളുണ്ട് നമുക്ക് ക്ലിയറാക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അവിടെ സൂറത്ത് നാസിൽ നമുക്ക് പറയാം ഒരു അംർ, ഫിഅൽ അംർ മാത്രമേ ഉള്ളൂ. അത് ഏതാണ്? കുൽ. ഏതാണ് ഫിഅൽ? മാളി ഏതാ? ഖാല. മുനാരി ഏതാ? യഖൂലു. അല്ലേ? കുൽ. ഖാല യഖൂലു കുൽ. ഓക്കെ. ഖാല യഖൂലു കുൽ ആയത് എങ്ങനെയാണെന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മയുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടല്ലോ. എന്താ ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്തെന്താ? മുലാറത്തിന്റെ ആദ്യം മുലാരിയാക്കി, മാളിയെ മുലാരിയാക്കി, മുലാറത്തിന്റെ ഹർഫിനെ കളഞ്ഞു. തൊട്ടടുത്ത അക്ഷരം സുക്കൂനാണെങ്കിൽ ആദ്യത്തിൽ അലിഫിനെ കൊടുക്കുക. പിന്നെ അല്ലല്ല ലമ്മാണെങ്കിൽ ലമ്മും അല്ലെങ്കിൽ പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കുക. ഇതാണ് നമ്മൾ നിയമം പറഞ്ഞിരുന്നത്. ശരി, ഇതില് ബാധകമാകുന്നതും ബാധകമാകാത്തതും ഇതിന്റെ അപ്പുറം കിടക്കുന്നതും ഒക്കെ ഇതിലുണ്ട്. എന്തായിരുന്നു? ആദ്യം നമ്മൾ മുനാരിയാക്കി, കാലയെ കൂലുവാക്കി, പിന്നീട് കാലയെ കൂലുവാക്കി. സ്പീഡിൽ നമുക്കൊന്ന് പറയാം. കാലയെ കൂലുവാക്കി, കാലയെ കൂലുവാക്കി, മുലാറത്തിന്റെ അർത്ഥത്തിനെ കളഞ്ഞു. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂൻ അല്ലാത്ത അലിഫിനെ കൊടുത്തിട്ടില്ല. അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മിന്റെ പ്രശ്നം അലിഫ് ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ. അവസാനത്തിന് അക്ഷരത്തിന് എന്ത് ചെയ്തു? സുക്കൂൻ കൊടുത്തു. അപ്പൊ എന്തായി? ഖൂൽ എന്നായി. 2 അക്ഷരത്തിന് സുക്കൂൻ വന്നാൽ അവിടെ പ്രശ്നം വരും. അപ്പൊ അത്ര സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വാവിനെ നമ്മൾ കളയും എന്നാണ് സാക്കിനൻ എന്നാണ് നിയമം. അപ്പൊ എന്തായി? കാല എന്നത് എന്തായി? കുൽ എന്നായി മാറി. മനസ്സിലായില്ലേ? ഇനി അപ്പൊ ഒന്നാമത്തെ നമുക്ക് പറയാം 114 അധ്യായത്തിലെ അവസാനത്തെ സൂറത്തില് ഒരു അംർ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതെ, ഏതാണ് അംർ? കുൽ. ഇനി രണ്ടാമത്തതിലോ 114 സൂറത്തിലോ കുൽ എന്ന് മാത്രമേ ഉള്ളൂ. കുൽ എന്ന് മാത്രമേ ഉള്ളൂ. അത് വരുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. 112 സൂറത്ത് ഇഖ്ലാസിലോ കുൽ എന്ന് മാത്രമേ ഉള്ളൂ. സൂറത്ത് ഇഖ്ലാസിലും കുൽ എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പിന്നീട് അടുത്ത് വരുന്നത് സൂറത്തുൽ മസദാണ്. സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന സൂറത്തുൽ മസദ്. സൂറത്തുൽ മസദിൽ എത്ര ഉണ്ട്? അല്ലല്ല, സൂറത്തുൽ മസദിൽ മസദിലില്ല. ഇല്ല, സൂറത്ത് മസദിലില്ല. സൂറത്ത് മസദില് പറ്റൊന്നുമില്ല. അത് എന്താണ്? ആ മാളിയുടെ പ്രയോഗമാണ്. മാളിയുടെ പ്രയോഗമാണ്. അംർ വന്നിട്ടില്ല.
പിന്നെ സൂറത്ത് നസ്ർ. സൂറത്ത് നസ്റിൽ എത്ര? സൂറത്ത് നസ്റിൽ ഏതാണ് സൂറത്ത് നസ്ർ? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. ഉണ്ടോ? റഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ്. പിന്നെ അസ്തഗ്ഫിർ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പറയാം. നിങ്ങൾ സബ്ബിഹ് സബ്ബിഹ് എന്നതിന്റെ ആദ്യം നമ്മൾ എന്താക്കണം? അതിന്റെ മാളി ഏതാണ്? സബ്ബഹ. മുതാരി എന്താ? യുസബ്ബിഹ്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞോളി. മുതാരിയാക്കി പറഞ്ഞോളി. എല്ലാരും പറഞ്ഞോ. അങ്ങനെ പറഞ്ഞ പോരാ. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ അലിഫിനെ കൊടുത്തു. സുക്കൂനാണോ? അല്ല, അവിടെ അലിഫിനെ കൊടുത്തില്ല. അവസാനത്തിന് മുമ്പുള്ള അക്ഷരം അലിഫുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ കൊടുത്തിരുന്നില്ല. അവസാനത്തിന് എന്ത് ചെയ്തു? അപ്പൊ എന്തായി? വരുന്ന പേരാണ് സബ്ബിഹ്. പിന്നെ അടുത്തത് രണ്ടാമത്തെ അംബ്ര ഏതാണ്? വസ്തഗ്ഫിർ എന്നാണ്. ഏതാണ് മാളി? ഏതാണ്? എന്താ പറഞ്ഞോളേ. എല്ലാരും പറഞ്ഞു. ആൻസർ എല്ലാരും പറഞ്ഞു. എന്ത് ചെയ്യണം? കളഞ്ഞു. അങ്ങനെ അത് ഷോർട്ട് ഫോം. അതിനെ ഷോർട്ട് ആക്കരുത്. മുലാനാത്തിന് അലിഫിനെ കളഞ്ഞു. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനായത് കൊണ്ട് അലിഫിനെ കൊടുത്തു. പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ലൊമ്മാണോ? അല്ല, വേറെ നോക്കണ്ട. ലൊമ്മാണോ? അല്ല. അതിനകത്തോട് എന്ത് ചെയ്തു? കെസറിന് കൊടുത്തു. അവസാനത്തിന് അക്ഷരത്തിന് സുക്കൂൻ കൊടുത്തു. അപ്പൊ എന്തായി? അപ്പൊ എന്തായി? വസ്തഗ്ഫിർ എന്ന വാക്ക് വന്നു. കേട്ടോ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. നീ അവനെ പുറത്തു കൊടുക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുക. പിന്നെ അപ്പൊ അതിൽ രണ്ടെണ്ണം ഉണ്ട്. അടുത്തത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സൂറത്ത് കാഫിറൂൻ ഏതാണ്? എത്ര ഉണ്ട്? അല്ലേ? കൊൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കൊല്ലാണ്. പിന്നെ അടുത്തത് സൂറത്ത് സൂറത്ത് ഖുറൈശ് അല്ല, സൂറത്ത് കൗസർ. സൂറത്ത് കൗസറിൽ എന്താണ്? സ്വല്ലി എന്ന. എന്താ സ്വല്ലി എന്നതിന്റെ മാളി ഏതാ? സ്വല്ല എന്നാണോ? ഫസല്ലി എന്ന. മുതാരി എന്താ? മുതാരി എന്താണ്? യുസല്ലി. സ്വല്ല യുസല്ലി. എന്ത് ചെയ്യുന്നു? പറഞ്ഞോളെ. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂൻ അല്ലാത്തതുകൊണ്ട് അലിഫിനെ കൊടുത്തിട്ടില്ല. അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മിന്റെ പ്രശ്നം അലിഫില്ലാത്തതുകൊണ്ട് ബാധകമല്ല. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. ഇതിന് ശരിക്ക് മുലാറ ഇവിടെ എന്താണ് പ്രശ്നം? അവസാനത്തിന്റെ അക്ഷരത്തിന് അക്ഷരം എന്താണ്? ഇല്ലത്തിന്റെ അക്ഷരമാണ്. ഇല്ലത്തിന്റെ അക്ഷരമാണ്. ഇല്ലത്തിന്റെ അക്ഷരം എന്നല്ലേ അയ്യയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മളതിനെ കളഞ്ഞു. അപ്പൊ എന്ത് സംഭവമായി? എന്തായി വാക്ക്? വാക്കിൽ നോക്കിയേട്ടാ. എന്താണ്? സൊല്ലി. അതാണ് അമ്പ്. സൊല്ലി. എന്താ? നീ നമസ്കരിക്കൂ എന്നർത്ഥം. നീ പ്രാർത്ഥിക്കൂ, നീ നമസ്കരിക്കൂ. അങ്ങനൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അങ്ങനെ കൊറേ ഉണ്ട്.
ഓക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. സൊല്ലി എഴുതുമ്പോ അവിടെ യാടൂല ലാസ്റ്റ് ഇല്ല ഇല്ല സൊല്ലി അംറാണെങ്കിൽ ഉണ്ടാവില്ല. സൊല്ലി എന്നുണ്ടാവും. സൊല്ലി സൊല്ലി ഓക്കെ. അപ്പൊ എന്തായി? അതിന്റെ കഴിഞ്ഞു. അടുത്തത് വൻഹർ. വൻഹർ എന്താണ്? നഹറ. എന്താ മുതലാളി? യൻഹറു. എന്താ നമ്മൾ ചെയ്യേണ്ടതാ? എല്ലാരും പറഞ്ഞു കളയുക. തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനായത് കൊണ്ട് അലിഫിനെ കൊടുക്കുക. അവസാനത്തിന് മുമ്പുള്ളതിന് എന്താ അക്ഷരം? ബൊമ്മാണോ? അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കസറിനെ കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. എന്തായി? ഇൻഹർ. ഇൻഹർ. അതാണ് വൻഹർ എന്ന് പറയുന്നത്. ആ വാവിലേക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? വൻഹർ എന്ന് പറഞ്ഞത് മാത്രം. വൻഹർ വൻഹർ വൻഹർ. അപ്പൊ എന്തായി? അത് രണ്ട് അമ്രുണ്ട്. പിന്നെ അടുത്തത് സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല, അതിലില്ല. അടുത്തത് സൂറത്ത് ഖുറൈശിലുണ്ടോ? ഖുറൈശിലില്ല. ഖുറൈശിലില്ല. പക്ഷെ ഖുറൈശിൽ ഒരു കാര്യമുണ്ട്. എന്താ നിങ്ങള് ഫല്യഅ്ബുദൂ എന്തെങ്കിലും ചെയ്യണ്ടോ? ഫല്യഅ്ബുദൂ നേരം വൈകി വന്നാലെ മുന്നിൽ. അപ്പോ ഇതില് ഒരു ഫല്യഅ്ബുദൂ എന്നൊരു പദമുണ്ട്. ഫല്യഅ്ബുദൂ. ഫല്യഅ്ബുദൂ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ആരാധിക്കട്ടെ. അതൊരു അംറാണ്. പക്ഷെ അംറു ഹാലിർ എന്നാണ് അതിന് പറയാറുള്ളത്. അല്ല, അംറു ഗായിബ് എന്നാണ് പറയാറുള്ളത്. എന്താണ്? അംറു ഗായിബ്. അംറു ഹാലിർ ആണ് നമ്മളിപ്പോ ഈ പറയണതൊക്കെ. ഹാലിർ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള ഒരാളോട് എന്താ പറയണത്? നീ നമസ്കരിക്കൂ, സബ്യഹ് നീ പ്രകീർത്തിക്കൂ, ഇസ്തഗ്ഫിർ നീ പിന്നെ പുറക്കലിനെ തേടൂ, കുൽ നീ പറയൂ, വൻഹർ നീ അറവ് നടത്തൂ. ഒക്കെ എന്താണ്? നേർക്ക് നേരെ ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങളാണ്. അതിന് ഹാദർ, അംറു ഹാദർ എന്നാണ് പറയാ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അംറ് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ഒരു അംറ് പറയാന്ന് പറഞ്ഞാൽ ആ അംറ് ഹാദർ തന്നെയാണ്. അംറ് ഹാദറാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമാണെന്ത്? അംറ് ഗായിബ്. അംറു ഗായിബ് എന്താണ്? അവൻ ആരാധിക്കട്ടെ, അവൻ നമസ്കരിക്കട്ടെ, അവൻ പ്രകീർത്തിക്കട്ടെ, അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടട്ടെ എന്നൊക്കെ പറയാം. ഫല്യസ്തഗ്ഫിർ അവൻ ഇസ്തിഗ്ഫാർ തേടട്ടെ ആണോ? അങ്ങനെയുള്ള അംറുകൾക്കാണ് അംറ് ഗായിബ് എന്ന് പറയാം. അതായത് സ്ഥലത്തില്ലാത്ത ഒരാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യട്ടെ എന്ന് പറയാം. മനസ്സിലായോ? വൃത്തം കിട്ടിയില്ലേ? അപ്പൊ അതിനാണ് അംറു ഗായിബ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഇപ്പൊ പറയാനുള്ളത് അംറു ഹാദറാണ്. അത് ഇതിലില്ല, സൂറത്ത് ഖുറൈശിലില്ല. ഇനി അടുത്ത് നമുക്ക് ഉള്ളത് സൂറത്ത് ഏതാണ്? സൂറത്ത് ഫീലാണ്. സൂറത്ത് ഫീലിനുണ്ടോ? ഇല്ല, സൂറത്ത് ഫീലില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എത്ര അംറുകൾ നമ്മൾ ഈ 10 സൂറത്തിൽ എത്ര അംറുണ്ട് നമുക്ക് പറയാം? 8 10 സൂറത്തില് 8 അംറുകളാണ് അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്. അതിലെ മാദിയും മുഹാരിയും ഒക്കെ നമ്മൾ പരതുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് വാക്കുകളും പദങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികയും വേണ്ടതുണ്ട്. ഷാമിൽക്ക നമ്മുടെ ഗ്രൂപ്പിലിട്ടപ്പോൾ പറഞ്ഞിരുന്നത് ഈ 10 സൂറത്തുകളുടെ മാദിയും മുഹാരിയും അംറും ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നതിൽ ഓർമ്മപ്പെടുത്തിയാണ്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പേര് മാദി മുതാരികളും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം. അതിലെ ഓരോ പദങ്ങളെയും കുറിച്ച്. അപ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് വരിക?
ഒരു മാദി പഠിച്ചു കഴിഞ്ഞാൽ, ഒരു മുളാരി പഠിച്ചു കഴിഞ്ഞാൽ, ഒരു അംബർ പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആനിലെ ഓരോ അധ്യായത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ അധ്യായത്തിലൊക്കെ ഉള്ളത് ഓരോന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, അത്രയും പദങ്ങളെ പറ്റിയും നമുക്ക് കിട്ടും. ഖുർആനിനെയും കൂടുതൽ അറിയാനും അർത്ഥങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് അത് മുഖേന സാധിക്കും. എന്ന മാലിയായ ഫീലിന്റെ മുളാരിയാണ്. അത് അത് രണ്ട് രീതിയിൽ വരും. എന്നും വരും, എന്നും വരും. അങ്ങനെ തന്നെ വരും. എന്നും വരും, എന്നും വരും. അത് തലഈഫായ പേരിന്റെ അംബറുണ്ടാക്കേണ്ട ഒരു നിയമമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇനി നമുക്ക് അറിയേണ്ടത് ചില പദങ്ങൾ, നിങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില പേരുകളുണ്ട്. ആ പേരുകൾക്ക് ഉണ്ടാകുന്ന അംബറുകൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ആ അംബർ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫിഅലുകളെ പറ്റിയുള്ള ഒരു പരിചയം ഉണ്ടാവണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പിന്നെ ആരോഗ്യമുള്ള നല്ല സ്ട്രോങ് ആയ വെർബുകളുമുണ്ട്, വീക്ക് വെർബുകളുമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ആ നിയമത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഒരല്പം ആദ്യം ഒന്ന് പറയണം. ഇൻഷാ അല്ലാഹ് അതിനുശേഷം സമയം അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. എന്താണത് ശ്രദ്ധിച്ചോ. അതെ, നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് പേരുകളുണ്ട്, രണ്ട് വിഭാഗം പേരുകളുണ്ട്. എന്താണ്? ഒന്ന് സ്വഹീഹ്. സ്വഹീഹിനെ മൂന്നായി തിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ വിഭാഗം മുഅ്തല്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അൽ ഫിഅ്ലു സ്വഹീഹ് എന്ന് എഴുതാം. അങ്ങനെ ഏറ്റവും നല്ലതാണ് അൽ ഫിഅ്ലു സ്വഹീഹ്. അൽ ഫിഅ്ലു അസ്സഹീഹ്. അതേപോലെ തന്നെ അൽ ഫിഅ്ലു അൽ മുഅ്തൽ. ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടില്ലേ? അതെ, അൽ മുഅ്തൽ. അൽ ഫിഅ്ലുൽ മുഅ്തൽ, അൽ ഫിഅ്ലുൽ മുഅ്തൽ, അൽ ഫിഅ്ലുസ് സ്വഹീഹ്. ഇത് അഞ്ചെണ്ണവുമുണ്ട്. അൽ ഫിഅ്ലു സ്വഹീഹ് മൂന്നെണ്ണവും, അൽ ഫിഅ്ലുൽ മുഅ്തൽ അഞ്ചെണ്ണവും. ആദ്യം നമുക്ക് ഈ അഞ്ചെണ്ണത്തിലെ, ഈ മൂന്നെണ്ണത്തിലെ ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഇതിലെ ഒന്നാമത്തത് മനസ്സിലാകാൻ നമുക്ക് 2ഉം 3ഉം പറയാം. അപ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ മനസ്സിലാവുക. അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഒന്നാമത്തത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും പറയാം. അതായത് കേട്ടോളൂ, രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഫീലുകൾക്ക് ശരിക്കും ശ്രദ്ധിക്കണം. അറിയാത്തത് ഇതിന്റെ ഇടയിൽ കൂടെയും പറയാം, അതിന്റെ സമയങ്ങളും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പറയാം അടിസ്ഥാന അക്ഷരങ്ങളെ പരിഗണിച്ചുകൊണ്ട് 3ഉള്ളതും 4ഉള്ളതും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? 4ഉള്ളതും 3എണ്ണം ഉള്ളതും എന്നൊക്കെ പറയാം. ഈ 3എണ്ണം ഉള്ളതായിരുന്നാലും 4എണ്ണം ഉള്ളതായിരുന്നാലും ശരി, ഇതിലെ ഏതെങ്കിലും ഒരു അക്ഷരം ഹംസയാണെങ്കിൽ
ഹംസയുള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരം കേട്ടോ, ഏതെങ്കിലും ഒരു അക്ഷരം ഹംസയുള്ളതാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? അൽ മഹ്മൂസ്. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ഹംസയുള്ളതാണ്. ഞാൻ ഉദാഹരണം പറയാം. ആദ്യാക്ഷരത്തിലുള്ളതാണ് അമറ, കണ്ടോ? കണ്ടാലേ? അതേപോലെ തന്നെ അല്ല മധ്യാക്ഷരത്തിലുള്ളത്. അതേപോലെ തന്നെ കണ്ടോ? ആദ്യത്തിൽ ഹംസ, മധ്യത്തിലുള്ള ഹംസ, അവസാനത്തിൽ ഹംസ. ഇങ്ങനെ ഏതെങ്കിലും ഒരക്ഷരം, അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരം ഹംസയുള്ളതാണെങ്കിൽ അത്തരം ഹംസ എന്ന് പറയുന്നത് കേട്ടോ, ഹംസ ഹംസ ഹംസയുള്ളതാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്? മഹ്മൂസ്. അതെന്താ മഹ്മൂസ് എന്ന് പറഞ്ഞാല്? ഹംസ ഉള്ളതല്ല, ഹംസ ഉള്ളത് മാത്രം പറഞ്ഞാൽ പോലെ അടിസ്ഥാന അക്ഷരങ്ങളിൽ, അടിസ്ഥാന അക്ഷരങ്ങളാണോ? അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയുള്ളതായാൽ അതിന് പറയുന്ന പേരാണെന്ത്? മഹ്മൂസ്. അൽ മഹ്മൂസ്. ഇതിൽ ഏതെങ്കിലും ഒന്നാവണം. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആകണം. അതിന് പറയുന്ന പേരാണത് മഹ്മൂസ്. മഹ്മൂസ് മഹ്മൂസ് മഹ്മൂസ്. ഓക്കെ, അതെ അതെ, ഹംസയുള്ളതാണ്. ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കാനുള്ളത്. മഹ്മൂസ് എന്ന് പറഞ്ഞതാണ് എന്താണ് ശരിക്കും നമ്മൾ എഴുതി വെക്കണം. എന്താണ് അറബി നമുക്ക് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ എഴുതി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അറബി നിങ്ങൾക്ക് അടുത്ത ദിവസം വരുമ്പോൾ അതിൻ്റെ ഒരു പ്രിന്റ് കൊണ്ടുവരാം. അതിപ്പോൾ എഴുതി വെക്കണം. ഇങ്ങനെ എന്താണ് അടിസ്ഥാന തീർച്ചയായിട്ടും അടിസ്ഥാന അക്ഷരങ്ങളിൽ ഒന്ന് എഴുതിക്കൊള്ളി. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഒന്ന് മഹ്മൂദിന്റെ മഹ്മൂസ് നല്ലതാണ്. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഒന്ന്, അടിസ്ഥാന അക്ഷരങ്ങളിൽ ഒന്ന് ഹംസയായാൽ, ഹംസയായാൽ അടിസ്ഥാന അക്ഷരങ്ങളിൽ ഒന്ന് ഹംസയായാൽ അതിന് പറയുന്ന പേരാണ് അൽ മഹ്മൂസ്. അൽ മഹ്മൂസ് അർബ ആണെങ്കിലും ശരി ഉണ്ടെങ്കിൽ വരും. അടിസ്ഥാന അക്ഷരങ്ങൾ ആവുക എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അടിസ്ഥാന അക്ഷരങ്ങളുള്ളത് മൂന്നെണ്ണുള്ളതും നാലെണ്ണുള്ളതും ആണല്ലോ. വരില്ല, മജീദിൽ വരില്ല. അതാണ് പറയുന്നത് അടിസ്ഥാന അക്ഷരം എന്ന് പറയുന്നത്. തുലാസി മജീദിൽ വരില്ല, റുബായി മജീദിലൊന്നും വരില്ല, മുജറദിൽ മാത്രം. ഇനി കേട്ടോളി, മൂന്നാമത്തെ വിഭാഗം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വരിക. എഴുതിക്കൊള്ളി, അത് എഴുതിക്കൊള്ളി. രണ്ടാമത്തെയും അങ്ങനത്തെ അൽ മുദഅഫ്, അൽ മുദഅഫ്, മുദഅഫ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് അൽ മുദഅഫ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വന്നാൽ അതിന് പറയുന്ന പേരാണ് അൽ മുദഅഫ്. നിങ്ങൾ അതിന്റെ മുന്നേ എന്ത് ചെയ്യുന്ന മഹ്മൂസിന് ഉദാഹരണം എഴുതിയേക്കണം കേട്ടോ. എഴുതിയേക്കണേ, അൽ മഹ്മൂസിന് ഉദാഹരണം എഴുതിയേക്കണേ. ഓക്കെ, അപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒരേ ഇനത്തിൽ വന്നാൽ എന്താണ് ഉദാഹരണം? കണ്ടു, മദ്ദ. മദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ മൂന്നാമത്തെ അക്ഷരം തരണതാ. ഇത് മദതയാണ്.
മദ്ദ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മാദാദയാണ്. മാദാദ അതാണ് മദ്ദയായത്. മനസ്സിലായോ? മദ്ദത. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വന്നാൽ അതിന് പറയുന്ന പേരാണെന്ത്? അല്ല, ഇത് മദദ എന്ന് പറയോ? പറയില്ല. എപ്പോഴും എന്തേ പറയുള്ളൂ? മദ്ദ എന്നേ പറയുള്ളൂ. പക്ഷെ മദ്ദ എന്നത് ഇങ്ങനെ വേർതിരിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ സർഫാക്കിയാൽ നമുക്ക് മനസ്സിലാവും. മദ്ദ മദ്ദ മദ്ദു, മദ്ദത്ത് മദ്ദത മദദിന. അവിടെ ഫുക്ക ഇദ്ഗാമുഹു എന്നാണ് നിയമം. എന്താണ്? ആ കൂടിച്ചേർന്നതിനെ വേർപ്പെടുത്തും. ആ 6ാമത്തെ രൂപം മുതൽ 14ാമത്തെ രൂപം വരെ അത് വേർപെട്ടുകൊണ്ട് തന്നെ പോവുക. നോക്കിക്കോളൂ. മദ്ദ മദ്ദ മദ്ദു, മദ്ദത്ത് മദ്ദത മദദിന. പിന്നെ മദത്ത് മദത്തുമാ മദത്തും, മദത്തി മദത്തുമാ മദത്തുന്ന മദത്തു മദദിന. എന്നകളെ ആദ്യത്തെ 5 മാത്രമേ അതാ ചേർന്നും കൂടെ നിൽക്കുള്ളൂ. 6ാമത് എത്തിയ അവിടെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അപ്പോ മദ്ദ മദ്ദ മദ്ദു. അപ്പൊ എന്താണ്? എന്തിന്? ഒരേ ഇനത്തിൽപ്പെട്ട അക്ഷരങ്ങളായാൽ അതിന് പറയുന്ന പേരാണെന്ത്? മുളഅഫ്. തളഈഫ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. തളഈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടിച്ച് വരിക എന്നർത്ഥം. ഒരേ പദം ഇരട്ടിച്ച് വരിക, ഒന്നിന്റെ മേലെ ഒന്ന് വരിക എന്നർത്ഥം. അതിനാണ് തളഈഫ് എന്ന് പറയാം. തളഈഫ് എന്ന് പറയുന്നതാണ്. നമ്മളിനി പിന്നെ 1ാമത്തെ നിയമം പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയാം. അങ്ങനെ പറയാം. എന്താ പറയുന്നത്? മദ്ദന് ഒരു ഉദാഹരണം കൂടി പറയാം. മദ്ദ അദ്ദ. മദ്ദ അർത്ഥം നീട്ടി എന്നർത്ഥം. നീട്ടി. മദ്ദ എന്നാൽ നീട്ടി. മദ്ദ മദ്ദൽ ഫീലു ഖുർതൂമ. ആന അതിന്റെ തുമ്പിക്കൈ നീട്ടി. മദ്ദ മദ്ദ നീട്ടൽ. എന്താണ്? അത് കൊളവാക്കിലാണ്. അത് മുന്നിലേക്ക് ഇല്ല അത് മസീദാണ്. ഇനി ഏതാണ്? എന്താണ് പറഞ്ഞത്? മഹ്മൂസ്. ഈ ഹാ ഓ അത് ഇങ്ങനെയും എഴുതും, ഇങ്ങനെയും ഒക്കെ എഴുതാറുണ്ട്. അവിടെ അത് നമ്മളെ ഹത്തിലേക്ക് പോകും, നമ്മൾ തിരിച്ചു പോകും. അതുപോലെ അപ്പൊ അൽ മഹ്മൂ അല്ല മുളഅഫ് എന്ന് പറയുന്നത് എന്താണ്? 2ാമത്തെയും 3ാമത്തെയും ഇനം ഒരേ ഇനത്തിൽ വന്നാൽ അതിന് പറയുന്ന പേരാണെന്ത്? മുളഅഫ് എന്ന് പറയുന്നത്. എന്താണ്? മുളഅഫ്. അതിന് ഉദാഹരണമാണ് ഒന്നെന്ത്? മദ്ദ അദ്ദ. അദ്ദ അദ്ദ എന്നാൽ എണ്ണി നോക്കി നടത്താം. ശദ്ദ ശദ്ദ മദ്ദ അദ്ദ ഫറ. ഫറ എന്ന് പറഞ്ഞാ പേടിച്ചുകൊടുക്കുകയാണ്. ഫറ എന്ന് പറയാം. ഫറ ബറ ബറ പുണ്യം ചെയ്തതിന് ബറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഫീലുകൾ കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്നറിയാം. ശ്രദ്ധിക്കും. നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാല് ഇത്തരം ഒരു ഫെയില് വരുമ്പോൾ നമ്മൾ അതിന് വേഗം നമ്മൾ എന്ത് പേര് കൊടുക്കണം? അത് മുളഅഫാണെന്ന് പറയണം. അത് മുളഅഫാണെന്ന് പറയണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അക്ഷരം, അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഹംസ വന്നാൽ നമുക്ക് അതിന് എന്ത് പേര് പറയണം? മഹ്മൂസ് എന്ന് പറയണം. ഇനി എവിടെ നമ്മള് ഹംസയുടെ ഒരു പേര് കണ്ടാൽ നമ്മൾ എന്ത് പറയണം? അവിടെ മഹ്മൂസ് എന്ന് പറയണം. അടിസ്ഥാന അക്ഷരങ്ങളിൽ പെട്ട ഒന്ന്. അപ്പൊ ഇനി അടുത്തത് നമ്മള് പിന്നെ 1ാമത്തെ വിഭാഗം പറയാൻ പോവാണ്. 1ാമത്തെ വിഭാഗം തരം തരങ്ങള് മഹ്മൂസും മുളഅഫും അല്ലാത്തത്. എന്താ പറയുന്നത്? മാക്കാന ഖാലിയൻ മിനൽ ഹംസി വത്തൽഈഫ് എന്നാണ് അതിന്റെ തഅരീഫ് വരുന്നത്. അതിന്റെ ഡെഫിനിഷൻ അതാണ്. എന്താണ്? മാക്കാന ഖാലിയൻ മിനൽ ഹംസി വത്തൽഈഫ്. ഹംസയും തൽഈഫും ഇല്ലാത്തത് എന്നർത്ഥം. ഹംസ ഇല്ല, ഒരു പദത്തിൽ ഹംസ ഇല്ല, ഒരു പദത്തിൽ തൽഈഫ് ഇല്ല. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ?
നസറ പിന്നെ ഫഅല പറഞ്ഞു പിന്നെ സമിഅ പിന്നെ സമിഅൈനാണല്ലോ ഹംസല്ലല്ലോ സമിഅ പിന്നെ ഫാരിഹ നിങ്ങൾ പുതിയ പറഞ്ഞേരി പുതിയ വരട്ടെ നസറ പറഞ്ഞു പിന്നെ ഖറജ വരട്ടെ എല്ലായിടത്തും വരട്ടെ ഖറജ ഖലഖ റഫഅ അതിന്റെ ഡീൽ ഒന്നും അവിടെ ആരൊന്നും പറഞ്ഞില്ല ذهب ذهب لبس شرب ലബീസ. ഓക്കെ, അപ്പൊ ഒരുപാട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും അല്ലേ? നീ പറഞ്ഞ് എഴുതിയതിന്റെ അർത്ഥം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, എന്താണ് ശരീബ പറഞ്ഞാല്? അവൻ കുടിച്ചു. ലബീസ അവൻ ധരിച്ചു. റഫഅ അവൻ ഉയർത്തി. ഖലഖ അവൻ സൃഷ്ടിച്ചു. ഖറജ അവൻ പുറപ്പെട്ടു. ഫരിഹ അവൻ സന്തുഷ്ടനായി സന്തോഷിച്ചു. ദഹബ അവൻ പോയി. സമിഅ അവൻ കേട്ടു. ഫഅല അവൻ ചെയ്തു. കതബ അവൻ എഴുതി. നസറ അവൻ സഹായിച്ചു. ഇതൊക്കെ എന്താണ്? എന്താണ്? സാലിം. സാലിമാണ്. ഇതാണ് സാലിം. മനസ്സിലായില്ലേ? അപ്പൊ സാലിമ്, മഹ്മൂദ്, മുദഅഫ്. ഇനി ഏത് തര കുത്തര എവിടുന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂലേ? കിട്ടൂലേ? ഒന്ന് പറഞ്ഞാണി. മഹ്മൂദ് തരം എന്താ പറഞ്ഞേ? അങ്ങനൊന്നും പറയാൻ അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയായാൽ അങ്ങനെ തന്നെ പറയണത്. അങ്ങനെ തന്നെ പറയണം. മാക്കാന അങ്ങനെയാണ്. മാക്കാന അഹദു ഹുറൂഫിഹിൽ അസ്ലിയ ഹംസനാണ്. അങ്ങനെയാണ് താരീഫ് വരുന്നത്. അത് അങ്ങനെ തന്നെ ഞാൻ അതിന്റെ കറക്റ്റ് മലയാളം ഇങ്ങോട്ട് പറഞ്ഞതാണ്. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയായാൽ അത് അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചേ. അത് അവിടെ ഫീഡ് ചെയ്ത് വെച്ചേ. എങ്ങനെയാണ്? അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹംസയായിരുന്നാൽ അതിന് പറയുന്ന പേരാണത് മഹ്മൂദ്. എന്താ? രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വന്നാൽ, ഒരേ ഇനത്തിൽ മാകാന ഹർഫാഹു സ്ഥാനി വസ്സാലിസ് മിൻ ജിൻസിൻ വാഹിദിൻ എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒരേ ഇനത്തിൽ വന്നാൽ രണ്ട് അക്ഷരങ്ങൾ ഒരേ ഇനത്തിൽ വരണം. മദ്ദ, ശദ്ദ, അദ്ദ, ഖദ്ദ, അതേപോലെ തന്നെ ഫർറ, ബർറ, മർറ എന്നൊക്കെ പറയാം അല്ലേ? ഇതൊക്കെ നമ്മള് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയാൻ അറിയാം. ഇപ്പൊ ചക്ക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വേഗം ഓർക്കും നമ്മൾ. ചക്ക പോലെയാണ് മുളഅഫ് എന്ന് പറഞ്ഞാൽ വേഗം ഓർക്കും. ശരി, മുളഅഫ് എന്ന് പറഞ്ഞാൽ ചക്ക പോലെയാണ്. അപ്പൊ അടാ ഇങ്ങനെ ചില പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ എന്താ ഞങ്ങള് കുടിക്കുന്നവരുടെ എന്താണ് അലുവ എന്ന് പറയുമ്പോ ഹംസുണ്ട്. അപ്പൊ അത് ഫഅല വസ്നിന്റെ വിരാന്നിലാണ്. ആകട്ടെ, അപ്പൊ ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള പേരുകളാണ് എന്ത്? മുളഅഫ്. മഹ്മൂദ് എന്താണ്? അപ്പൊ അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെ തന്നെ പറയണം. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. മുളഅഫ് എന്താണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗം, രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ ഇനത്തിൽ വന്നാൽ സാലിമർ എന്താണ്? അങ്ങനെ പറഞ്ഞ പോരാ. രണ്ടും പെടാത്ത എന്താണ്? അതാ ഹംസയോ തദഈഫോ ഇല്ലാത്തതെന്നാണ്. മാകാന ഖാലിയൻ മിനൽ ഹംസി വത്തദഈഫ്. ഹംസയോ തദഈഫോ ഇല്ലാത്തത്. ഹംസയോ തദഈഫോ ഇല്ലാത്ത അക്ഷരങ്ങളുള്ള പേരുകൾ. ഹംസയോ തദഈഫോ ഇല്ലാത്ത അക്ഷരങ്ങൾ അടങ്ങിയ പേരുകൾ. ഹംസയോ തദഈഫോ ഇല്ലാത്തത്. അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഏറ്റവും കൂടുതലുള്ളതും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതലുള്ളതും അത് തന്നെയാണ്. ഇനി അപ്പോ ഇതിനാണ് നമ്മൾ എന്ത് പറയാ? നിങ്ങള് അൽ ഫിഅലു സഹീഹ് എന്ന് പറയാം. എന്തിനാ പിന്നെ ഡിവൈഡ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ പിന്നെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ആരോഗ്യമുള്ളതും ആരോഗ്യമില്ലാത്തതും അങ്ങനെ തന്നെയാണ് അത്.
ക്ലിയർ അല്ലേ? അപ്പൊ സ്വഹീഹ് വെർബുകളെ രണ്ടായി തിരിക്കുന്നു. അതിന്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിഹത്തിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഒന്ന് അൽ ഫിഅലു സ്വഹീഹ്, രണ്ടാമത് അൽ ഫിഅലുൽ മുഅത്തൽ. പേര് സ്വഹീഹ് എത്രണ്ട്? അൽ ഫിഅലു സ്വഹീഹ് എത്രണ്ട്? അൽ ഫിഅലു സ്വഹീഹ് എന്ന് പറയണേ. അൽ ഫിഅലു സ്വഹീഹ്, പേര് സ്വഹീഹ് അല്ല, അൽ ഫിഅൽ. നമ്മള് പിന്നെ എന്തോ പഠിക്കുന്നവരല്ല, നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മള് ഏതെങ്കിലും ചിലത് വിട്ടിട്ട് പറയരുത്. അൽ ഫിഅലു സ്വഹീഹ് എന്താണ്? അൽ ഫിഅലു സ്വഹീഹ് എത്രണ്ട്? 3 എണ്ണം ഉണ്ട്. അൽ ഫിഅൽ മുഅത്തൽ 5 എണ്ണമാണ് പറഞ്ഞിട്ടില്ല, 5 എണ്ണമാണുള്ളത്. അൽ ഫിഅൽ സ്വഹീഹ് ഒന്നെന്താണ്? സാലിം. സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത അക്ഷരങ്ങളുള്ള വെർബുകൾ, പേരുകൾ. ശരി. മഹ്മൂസ് പറഞ്ഞാല് ഏതെങ്കിലും ഒന്ന് ഹംസയായിരുന്നാൽ. അയ്യോ. മുദഅഫ് പറഞ്ഞാല് രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഒരേ ഇനത്തിൽ വന്നാൽ അങ്ങനെ തന്നെ പറയണം. ആവർത്തിക്കൊന്നും പറയരുത്. അത് നമ്മളെന്തിനാ അറിയങ്ങളെ? അതന്നെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മൾ ശരിക്ക് അതന്നെ എന്നും പറയും. വ്യത്യസ്ത പദങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം അതിന് ഒന്നും കൃത്യമായി പറയില്ല. അതന്നെ പറഞ്ഞു വെച്ചാൽ അതന്നെ നമ്മൾ എന്നും പറയും. അതാണ് എന്റെ പ്രത്യേകത. മാക്കാൻ ശരിക്കും എന്റെ അറബി നമുക്ക് കിട്ടേണ്ടത്. ഇൻഷാ അല്ലാഹ് അറബി ഞങ്ങൾക്ക് നോട്ടാക്കിയിട്ട് വെറുതെ തരാൻ നിൽക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും ഓക്കെ. അമ്രിന്റെ അല്ലേ? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താം. കേട്ടോളൂ. ഈ രണ്ടാമത്തത് മഹ്മൂസ് കഴിഞ്ഞാൽ, സ്വഹീഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് മുഅത്തല്ലാണ്. മുഅത്തല്ലിനെ നമുക്ക് 5 ആയിട്ടാണ് തിരിക്കുന്നത്. എത്രയാണ്? 5 ആയിട്ടാണ് തിരിക്കുന്നത്. അൽ ഫിഅൽ മുഅത്തൽ. അയ്യോ, അതിനിടയിൽ നമുക്ക് പറയാം അൽ ഫിഅൽ മുഅത്തൽ. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഇനം അൽ മിസാൽ. അൽ മിസാൽ എന്താണ്? അൽ മിസാൽ. മിസാൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം മുഅത്തൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞവരാണ്. ഞാൻ ഇതിലേക്ക് വേഗം കടക്കാൻ. മുഅത്തൽ എന്ന് പറഞ്ഞാൽ അഥവാ അലിഫ് യാ വാവ്, അലിഫ് യാ വാവ് ഇവ ഏതെങ്കിലും ഒരു അക്ഷരം ഒരു വെർബിൽ വന്നാൽ അത്തരം പേരുകൾക്ക് പറയുന്ന പേരാണെന്ത്? മുഅത്തൽ. അടിസ്ഥാന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നായാൽ ഇതിന് ഹുറൂഫുൽ ഇല്ലത്ത് എന്നാണ് പറയാ. എന്താണ് പേര്? ഹുറൂഫുൽ ഇല്ലത്ത്. ഹുറൂഫുൽ ഇല്ലത്ത്, ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ. അതേതാണ്? ഐവ. ഐവ അങ്ങനെ തന്നെ അത് ഓർത്തേക്കണം, നല്ലതാണ്. എന്താണ്? അലിഫ് യാ വാവാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ഐവ എന്ന് പറയുന്നത്. ഹുറൂഫുൽ ഇല്ലത്ത് ഇതാണ് ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ സുഖമില്ലാത്ത രോഗം ബാധിച്ച അക്ഷരങ്ങൾ എന്നതാണ്. വൈറസുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അറിയാം. എന്താണ്? ഇതാണ് സുഖമില്ലാത്ത അക്ഷരങ്ങൾ. ഇതൊരു പേരിൽ വന്നു കഴിഞ്ഞാൽ അത്തരം പേരുകൾക്ക് പറയുന്ന പേരാണെന്ത്? എന്താണ്? അൽ ഫിഅൽ മുഅത്തൽ. അതെ, അൽ ഫിഅൽ മുഅത്തൽ. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ത്? അൽ മിസാൽ. മിസാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശരിക്കും ഓടി വരുന്നുണ്ടോ? എന്തായിരിക്കും ഇപ്പോ? അല്ല, ഉദാഹരണം അല്ല, അല്ല. എന്താണെന്നറിയാം? മിസാൽ അല്ല. മിസാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം എന്താണെന്നറിയാം? എന്താണ്? ആദ്യത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമുള്ളത്. ആദ്യത്തെ അക്ഷരം, ആദ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ എഴുതിക്കൊള്ളി. ആദ്യത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ മാക്കാന അവ്വലുഹു ഹർഫ ഇല്ല എന്ന. ഓക്കെ. ആദ്യത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ മാക്കാന അവ്വലുഹു ഹർഫ ഇല്ല എന്ന. ആദ്യാക്ഷരം ഇല്ലത്തിന്റെ ഹർഫായിരുന്നാൽ, ആദ്യാക്ഷരം ഇല്ലത്തിന്റെ ഹർഫായിരുന്നാൽ. ഉദാഹരണം പറയാം നമുക്ക്. എന്തെങ്കിലും വഅദ.
വഅദ അവിടെ വാവ് വന്നു. നിങ്ങൾ ഐവ എന്ന് പറയുമ്പോ ആ എന്ന് മനസ്സിൽ കാണരുത് കേട്ടോ, ഞാൻ പ്രത്യേകം പറയാണ്. ഐവ എന്ന് പറയുമ്പോ ആ എന്ന് ആദ്യം മനസ്സിൽ കാണരുത്, അലിഫാണ്. അലിഫാണ്. അലിഫ് വാവ് യാ ആണ്. ആ എന്ന് പറയുമ്പോൾ അതെന്തായി മാറും? മഹ്മൂസായി മാറും. അമറയെ പോലെയല്ല, അമറയെ പോലെയല്ല. മനസ്സിലാക്കണേ. അമറ എന്തല്ല? മുഅത്തല്ലല്ല. അമറ സ്വഹീഹാണ്. അമറ മഹ്മൂസിൽപ്പെട്ടതാണ്. ആ എന്നല്ല, അലിഫാണ്. ഓക്കെ. അപ്പൊ വഅദ എന്താണ്? വഅദ പോലെ. അതേപോലെ തന്നെ പറഞ്ഞോളേ, യെ ഈസ പോലെ, യെ ഈസ പോലെ. അതേപോലെ തന്നെ പിന്നെ വജഅ പോലെ, വജഅ. അക്കല ഏതാണ്? മഹ്മൂദ. അക്കല മഹ്മൂദിനാണ് വരിക. അക്കല മഹ്മൂദിനാണ് വരിക. വജഅ, വജഅ വേദനിച്ചു. ഏതാണ്? വഅദ എന്നാൽ വാഗ്ദാനം ചെയ്തു. യഇസ എന്നാൽ നിരാശനായി. അതേപോലെ തന്നെ വജദ, വജദ. അതേപോലെ തന്നെ വഹബ, വഹബ. വജദ എന്നാൽ കണ്ടു, കണ്ടെത്തി, കണ്ടുമുട്ടി, കണ്ടെത്തി എന്നൊക്കെ അർത്ഥം. വജദ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടു. വഹബ എന്ന് പറഞ്ഞാൽ നൽകി എന്നർത്ഥം. ദാനം നൽകിനൊക്കെയാണ് സാധാരണ വഹബ എന്ന് പറയാറ്. വഹബ. വജഅ എന്ന് പറഞ്ഞാൽ വേദനിച്ചു. വജദ എന്ന് പറഞ്ഞാൽ കണ്ടു, കണ്ടെത്തി. ഒരു സംഗതി കണ്ടെത്തുന്നതാണ് വജദ എന്ന് പറയുന്നത്. മൻജദ്ദ വജദ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? വിശ്വസിച്ച് അത് ആമന. അവർക്ക് മഹ്മൂദിൽ പെടും. ഇതാണ് എന്ത് നമുക്ക് പറയാനുള്ള മിസാലിനാണ് മിസാൽ എന്നറിയാം. എന്താണ് മിസാൽ? എന്താണ് പറയാനുള്ളത്? മാകാന അവ്വലുഹു ഹർഫ ഇല്ല എന്നാണ്. ആദ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായാൽ, കേട്ടോ, ആദ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായാൽ അലിഫ് ആദ്യത്തിൽ വരില്ല. അലിഫ് ആദ്യത്തിൽ വരില്ല. അലിഫ് എന്ന അക്ഷരം ആദ്യത്തിൽ വരില്ല. യാഓ വാവോ ആണ്. ഇവിടെ അപ്പോ വാവോ യാ. ഇത് ഈ യാ കൊണ്ട് ആരംഭിക്കുന്ന, ശ്രദ്ധിക്കേ, യാ കൊണ്ട് ആരംഭിക്കുന്ന ഫേലുകൾ വളരെ കുറവാണ്. യാ കൊണ്ട് ആരംഭിക്കുന്ന വെർബുകൾ അറബിയിൽ വളരെ കുറവാണ്. വളരെ കുറച്ച് ഫേലുകൾ മാത്രമേ ഉള്ളൂ യാ കൊണ്ട് ആരംഭിക്കുന്നത്. വാവ് കൊണ്ട് ആരംഭിക്കുന്നത് ഇത് വളരെ കുറയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ആദ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ അതാണ് എന്താണ് മിസാല്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇനി മിസാല് പറഞ്ഞാൽ നമ്മള് മനസ്സിൽ വരണം. എവിടെ കണ്ടാലും മിസാലാണ് പറയണ്ടത്. അത് പറഞ്ഞ എന്താണ് മിസാലി എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ്? അല്ല, പദത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തിൽ പിന്നെ വീക്കായതാണ് ശരിക്കും അതിന്റെ അർത്ഥം. വേറെ ഉദാഹരണങ്ങളിൽ നില അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആദ്യാക്ഷരം വീക്കായത് എന്ന് തന്നെ. അടുത്ത വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്ക് വരുന്നതും അതിനോട് സമാനമായ അർത്ഥമാണ് അതിന് വരുന്നത്. മിസാലി എന്ന് പറഞ്ഞാൽ അതാണ്. മിസാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ, ആദ്യത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ അതിനാണ് പറയുന്ന പേരാണത് മിസാൽ. അൽ മിസാൽ. രണ്ടാമത് നോക്കിക്കൊള്ളു. രണ്ടാമത്തത് അൽ അജ്വഫ്. അൽ അജ്വഫ്. അജ്വഫ് എന്താണ്? അജ്വഫ്. എന്താണ്? അജ്വഫ്. അൽ അജ്വഫ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ മധ്യാക്ഷരം. മധ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ, മധ്യാക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ, മധ്യത്തിലുള്ള അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ
മധ്യത്തിലുള്ള അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായിരുന്നാൽ അതിന് പറയുന്ന പേരാണത് അൽ അജ്വഫ്. അത് നമുക്കൊരു കുറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഏതാണ്? കാല, മാല, കാമ, സാമ, പിന്നെ ജാഅ, ആദ, പിന്നെ പറഞ്ഞോളെ ബാഅ, ബാഅ, നാമ, പിന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ പറയാം. എന്താ കാല പറഞ്ഞാല് പറഞ്ഞു. എന്താ മാല എന്ന് പറഞ്ഞാൽ? മാല അല്ല, മാല എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു എന്നാണ്. ചെരിഞ്ഞു, ഒരു ഭാഗത്തേക്ക് ചെരിയ. എന്താണ്? ഇല്ല, ഇതിലൊക്കെ എന്താ നിങ്ങള്, ഇതിനൊക്കെ അസില് വ്യത്യസ്തമാണ്. അസില് വ്യത്യസ്തമാണ്, വ്യത്യസ്തമാണ് അതിന്റെ അസിലുകളൊക്കെ. നമ്മൾ കാണുന്നത് അലിഫാണെങ്കിലും അതിന്റെ അസിൽ എന്താണ്? പലതും വ്യത്യസ്തമാണ്. ഈ ഇതിന്റെ അസില് വാവാണ്, അലിഫിന്റെ അസില് വാവാണ്, കവല എന്നാണ്. മാല എന്ന് പറഞ്ഞാൽ അത് മയല എന്നാണ്, യ ആണ്. മയലയാണ് മാലയായത്. ഇല്ലത്തിന്റെ അക്ഷരങ്ങളിലൊക്കെ. അതേപോലെ തന്നെ കാമ എന്ന് പറഞ്ഞാൽ കവാമ എന്നാണ്, ഇല്ലത്തിന്റെ അക്ഷരമാണ്, വാവാണ്. സ്വാമ എന്ന് പറഞ്ഞാൽ സ്വവാമ എന്നാണ്. ജ എന്ന് പറഞ്ഞാല് ജയ എന്നാണ്. അതെവിടെ പഠിക്കും? അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് മുതാരിയാക്കി നമുക്ക് കിട്ടും. കാല യക്കൂലു എന്നാണ്. യക്കൂലു എന്ന് വരുമ്പോ നസർ എൻസുർ ബാബലില് എന്തായിരിക്കും? അത് വാവായിരിക്കും വരിക. മാല യമീലു എന്ന് പറഞ്ഞാൽ വറബ യദ്രിബുമാണ്, വറബ ബാബിലാണ്, അത് മയലയാണ്. കാമ യക്കൂമാണ്, നസറയാണ്. സ്വാമ യസൂമാണ്, നസറയാണ്, വാവാണ്. ജാ യജീഉ എന്നാണ്, അത് യാ ആണ്. ആദ യഊദു എന്നാണ്, ആദ യഊദു നസറ ബാബിലാണ്, വറബ ബാബിലാണ്. ആദ യഊദു, ആദ അബദ യഅബുദു ആണ്, ആദ യഊദു വാവാണ്. ബാഅ യബീഉ എന്നാണ്, ജജീഉ പോലെയാണ്. ബാഅ, ബാഅ എന്ന് പറഞ്ഞാൽ അർത്ഥം വിറ്റു, വിറ്റു.